ചർച്ചാ വിഷയത്തിലേക്ക് വരുന്നു. ബാർ കോഴക്കേസിൽ കെ.എം. മാണിക്കും വിജിലൻസിനും മേൽ കുരുക്ക് മുറുകിയിരിക്കുകയാണ്. മാണിയെ കുറ്റവിമുക്തനാക്കാൻ വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയെന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി നിരീക്ഷിച്ചു. അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്ന വിജിലൻസ് ഡയറക്ടറുടെ വാദം കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു. സ്വകാര്യ അഭിഭാഷകരിൽ നിന്ന് നിയമോപദേശം തേടിയത് തെറ്റാണെന്നും ഇന്ന് സ്പെഷ്യൽ കോടതി അഭിപ്രായപ്പെട്ടു. ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. ബാർ കോഴക്കേസിൽ തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക വിജിലൻസ് കോടതിയിൽ നടക്കുന്ന വാദത്തിനിടെയായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകൾക്ക് കടകവിരുദ്ധമായിട്ടാണ് വിജിലൻസ് ഡയറക്ടറുടെ നിഗമനങ്ങളെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായം മാത്രമെന്നായിരുന്നു വിജിലൻസ് അഭിഭാഷകന്റെ വാദം. ഈ ഘട്ടത്തിലായിരുന്നു കോടതിയുടെ രൂക്ഷ പരാമർശമുണ്ടായത്. ഇത് വിൻസെന്റ് പോളിന്റെ അഭിപ്രായമായി കണക്കാക്കാനാവില്ലെന്നും മാണിയെ കുറ്റവിമുക്തനാക്കാൻ തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ കർശന നിർദ്ദേശം നൽകിയതെന്നും കവറിംഗ് ലെറ്ററിൽ ഇക്കാര്യം വ്യക്തമാണെന്നും കോടതി വാക്കാൽ പരാമർശം നടത്തി. അമ്പിളിയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും അമ്പിളി ആസൂത്രിത സാക്ഷിയാണെന്നും വിജിലൻസിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തിയതിനോടും കോടതി വിയോജിച്ചു. ശാസ്ത്രീയ തെളിവുകൾ അമ്പിളിയുടെ മൊഴിയെ സാധൂകരിക്കുന്നതായും കോടതി അഭിപ്രായപ്പെട്ടു. ഡയറക്ടർ വിൻസെന്റ് പോളിനും SP R സുകേഷിനും അന്വേഷണത്തിൽ തുല്യ അധികാരമെന്ന വാദവും കോടതി തള്ളി. അന്വേഷണത്തിന്റെ പൂർണ്ണ ചുമതല SP R സുകേഷിന് തന്നെയെന്നും കോടതി പരാമർശം നടത്തി. സ്വകാര്യ അഭിഭാഷകരിൽ നിന്നും നിയമോപദേശം തേടിയത് തെറ്റാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനെ സമ്മർദ്ദത്തിൽ നിർത്തിയാണ് ഡയറക്ടർ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും ഇത് നിയമവിരുദ്ധമാണെന്നും താജ് കോറിഡോർ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി LDF കൺവീനറുടെ അഭിഭാഷകൻ M രാജഗോപാൽ വാദിച്ചു. മാണിക്ക് പണം കൊടുക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് 3 തവണയും ബാർ ഉടമകൾ പണം പിരിച്ചതെന്നും ഇത് ശക്തമായ സാഹചര്യ തെളിവാണെന്നും VS സുനിൽകുമാറിൻ്റെ അഭിഭാഷക സൂര്യ ബിനോയും വാദിച്ചു. ബിജു രമേശിൻ്റെ അഭിഭാഷകൻ അവധി അപേക്ഷ നൽകിയതിനാൽ വാദത്തിനായി മറ്റൊരു ദിവസം അനുവദിക്കും. വിജിലൻസിൻ്റെ അഭിഭാഷകൻ VV ശശീന്ദ്രൻ്റെ വാദം നാളെയും തുടരും. S ജീവൻകുമാർ, തിരുവനന്തപുരം. ഇടതുമുന്നണി കൺവീനർ വൈക്കം വിശ്വൻ ഉൾപ്പെടെ 6ഓളം പേരുടെ ഹർജികളിന്മേൽ ഒരുമിച്ച് വാദം കേൾക്കവെയാണ് ഇന്നിപ്പോൾ ജഡ്ജ് ജോൺ K. ഇല്ലിക്കാടൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വാദത്തിനിടെ നടത്തിയിരിക്കുന്നത്. ഈ വാദം നാളെയും തുടരും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. നമ്മോടൊപ്പം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനായി നമ്മുടെ പാനലിലുള്ളത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതോടൊപ്പം തന്നെ BJP നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് JR പത്മകുമാറുണ്ട്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് BRM ഷഫീർ, അതോടൊപ്പം റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ശ്രീ ജോർജ് ജോസഫ്, അതോടൊപ്പം തന്നെ നമ്മുടെ അതിഥിയായി എത്തുന്നത് ഈ കേസ് വാദിച്ച VS സുനിൽകുമാർ MLA-ക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് സൂര്യയും. ആദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിലേക്ക്. നിയമ നടപടികളുടെ കാര്യങ്ങളിൽ എപ്പോഴും കോടതിയുടെ പരാമർശങ്ങൾ നിർണായകമാകാറുണ്ട്. അതോടൊപ്പം തന്നെ വിധിയുടെ കാര്യത്തിൽ നമുക്കത് അത്ര തീർച്ചപ്പെടുത്താനും സാധിക്കില്ല. ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമാണ്, ഈ ബാർ കോഴക്കേസിൽ K.M. മാണിക്കും വിജിലൻസ് K.M. മാണിയെ ഏതെങ്കിലും വിധത്തിൽ കുറ്റവിമുക്തനാക്കാനുള്ള നീക്കുപോക്കുകൾ നടത്തിയതിൻ്റെ ഒരുപാട് തെളിവുകളും അത് ആ പോലീസ് ഓഫീസർ അന്വേഷിച്ച SP സുകേശൻ തന്നെ ആത്മഹത്യ വരെ ചെയ്യേണ്ട രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായെന്ന് പറയേണ്ട ഒരു സാഹചര്യവും നിലനിന്നിരുന്നു. ഇപ്പോഴിതാ കോടതി ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ നിർണായകമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഈ കേസിൻ്റെ വഴിത്തിരിവിൽ ഇത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതി ഈ കേസിൽ നടത്തിയത്. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭം മുതൽ തന്നെ നമുക്കെല്ലാം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യമെന്ന കാര്യങ്ങളാണ് ഇന്ന് കോടതിയും പരാമർശിച്ചിരിക്കുന്നത്. ഇവിടെ K.M. മാണിയെ കുറ്റവിമുക്തനാക്കുന്നതിന് അവിഹിതമായ ഇടപെടൽ ഔദ്യോഗികമായി ഉണ്ടായി എന്ന ആക്ഷേപം നിലനിൽക്കുന്നു. ആ ആക്ഷേപം ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ജഡ്ജിയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ സുകേഷിന് മേൽ സമ്മർദ്ദമുണ്ടായി. വിജിലൻസ് ഡയറക്ടർ വിൻസെന്റ് പോൾ അവിഹിതമായി ഈ കേസിൽ ഇടപെട്ടു. K.M. മാണിയെ കുറ്റവിമുക്തനാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തി. ഇതെല്ലാം കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇന്നിപ്പോൾ ഔദ്യോഗികമായി ആ രേഖകൾ പരിശോധിക്കുകയും വാദം കേൾക്കുകയും ചെയ്തതിന് ശേഷം വിജിലൻസ് കോടതി ജഡ്ജിക്ക് ഇത്തരത്തിലുള്ള നിരീക്ഷണം നടത്തേണ്ടി വന്നുവെങ്കിൽ നമ്മൾ ചർച്ച ചെയ്തതും കണ്ടെത്തിയതുമായ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും ശരിയായിരുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവും ഈ വഴിക്ക് തന്നെ ഉണ്ടാകും. K.M. മാണിയെ കുറ്റവിമുക്തനാക്കിയ നടപടി റദ്ദാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇന്നത്തെ കോടതി നടപടികൾ തീർച്ചയായും അവിടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് സൂര്യ നമ്മളോടൊപ്പം ചേരുന്നു. VS സുനിൽകുമാർ MLA-ക്ക് വേണ്ടിയാണ് താങ്കൾ ഈ കേസിൽ ഹാജരായത്. ഇന്ന് ഇത്തരമൊരു മാറ്റിമറിക്കൽ, പ്രത്യേകിച്ചും വിജിലൻസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ സംവിധാനമാണ്. വിജിലൻസ് ഡയറക്ടർ തന്നെ കർശന നിർദ്ദേശം നൽകിയതായിട്ടാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്നാൽ അദ്ദേഹം അഭിപ്രായ പ്രകടനം മാത്രം നടത്തിയാണെന്ന് പറയുകയും കോടതി അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്തിരിക്കും. സാങ്കേതികമായ വശങ്ങൾ ഒരു പക്ഷേ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ടായ ശ്രീ ജോർജ് ജോസഫ് പറയുമായിരിക്കുമെങ്കിലും അതായത് വിജിലൻസ് ഡയറക്ടർ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ SP സുകേശൻ തന്നെയാണെന്ന് കോടതി തീർത്തു പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ സ്വാഭാവികമായും സുകേഷിൻ്റെ ആദ്യത്തെ കണ്ടെത്തലുകൾ, ആദ്യത്തെ നിരീക്ഷണങ്ങൾ അതെല്ലാം വളരെ പ്രാധാന്യം അറിയിക്കുന്നില്ല. എങ്ങനെയാണ് താങ്കൾ ഈ കേസിൻ്റെ വാദഗതിയുമായി മുന്നോട്ട് പോയത്, കോടതിയെ കൺവിൻസ് ചെയ്തത്? നമ്മൾ പ്രധാനമായും പറഞ്ഞൊരു സംഗതി, ഒരു ഫാക്ച്വൽ റിപ്പോർട്ട്, വസ്തുതാ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അതിൽ പ്രൈമാ ഫെസെ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് കണ്ടെത്തി കഴിയുന്നതിന് ശേഷം തീർച്ചയായും പിന്നീട് വെളിച്ചത്ത് വരാവുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൻ്റെ തന്നെ നിഗമനത്തിനോട് വിയോജിക്കാനുള്ള അധികാരം, പവർ അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഫൈനൽ റിപ്പോർട്ടിൽ അദ്ദേഹം നേരത്തെ സംശയാസ്പദമായി കണ്ടെത്തിയ എല്ലാ സാഹചര്യങ്ങളെയും വിശദീകരിച്ചുകൊണ്ടും എക്സ്പ്ലെയിൻ എവേ ചെയ്തുകൊണ്ട് വേണം അങ്ങനെ ഒരു തീരുമാനത്തിലെത്താൻ. അങ്ങനെ ഈ ഫൈനൽ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. വളരെ ഉപരിപ്ലവമായ ചില നിരീക്ഷണങ്ങൾ മാത്രമേ ഫൈനൽ റിപ്പോർട്ടുള്ളൂ. നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ എന്തായിരുന്നു വെച്ചാൽ അത് കോടതി ഒരു തരത്തിലും അസിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി കോടതിയുടെ കയ്യിലാണ് കേസ്. കോടതിയാണ് ഇനി ഈ കേസിൽ കോഗ്നിസൻസ് എടുക്കേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിന് ആസ്പദമായ മെറ്റീരിയൽ കോടതിക്ക് മുമ്പിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇതായിരുന്നു, സ്വന്തം നിഗമനത്തിനോട് തന്നെ വിയോജിക്കുന്ന ഒരാൾ, അതും ഒരാഴ്ചക്കകം വിയോജിക്കുന്ന ഒരാൾ എങ്ങനെ 4 പേജ് മാത്രം നീളം വരുന്ന ഒരു ഡിസ്കഷൻ്റെ ഒടുവിൽ പ്രഥമ ദൃഷ്ട്യാ കേസില്ല എന്ന് കൺക്ലൂഷനിലെത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങൾക്കും വിജിലൻസ് ഡയറക്ടറുടെ നിരീക്ഷണങ്ങളുമായുള്ള സാദൃശ്യം സ്ട്രൈക്കിംഗ് ആണ്. അത് ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാത്ത വിധം സ്ട്രൈക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻസിലുള്ള സിമിലാരിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് റീസണബിൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഇത് കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കൺക്ലൂസീവായിട്ട് നമുക്ക് ആർക്കും അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ സാധിക്കില്ല. പക്ഷേ റീസണബിൾ കൺസേൺ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഫൈനൽ കൺക്ലൂഷൻ എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ ഇതിനു മുൻപ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ താങ്കൾ പാനലിൽ ഉണ്ടായിരുന്നു, പല അഭിപ്രായ പ്രകടനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. താങ്കളുടെ ഒരു ശക്തമായ അഭിപ്രായം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നത് ഈ കേസ് നിലനിൽക്കില്ല, കാരണം വാങ്ങിയതിനും കൊടുത്തതിനും തെളിവില്ല. മാത്രമല്ല ഇത്തരം കേസുകളിൽ കോടതിയിൽ ഇതിനു മുമ്പ് ഒരു ചരിത്രമില്ല, അഴിമതി ആരോപണ നിയമത്തിൻ്റെ കീഴിൽ വരാവുന്ന സാഹചര്യങ്ങൾ ഈ കേസിലില്ലെന്നാണ്. പക്ഷേ ഇന്ന് കോടതി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും അത് പൊതുജനാഭിപ്രായമാണെന്ന് തീർച്ചയായും എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനൊരു പ്രാധാന്യമില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. കോടതിക്ക് ഈ ഫാക്ച്വൽ റിപ്പോർട്ട് കാണുമ്പം ചില സംശയങ്ങൾ ചില ഏരിയയിലൊക്കെ വരും. ആ സംശയം നിവർത്തിച്ച് കൊടുക്കേണ്ട ഇതിനകത്ത് കക്ഷി ചേർന്ന 6 വക്കീലന്മാർക്കും പബ്ലിക് പ്രോസിക്യൂട്ടറും ഉത്തരവാദിത്തമുണ്ട്. ആ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തുന്നത് അത് കേസിൻ്റെ ചില ഭാഗങ്ങളിലുള്ള സംശയങ്ങൾ നിവർത്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ട്രാപ്പ് കേസൊക്കെ കാണാറുണ്ട്. എന്താണ് വിജിലൻസുകാർ ട്രാപ്പ് കേസിലോട്ട് പോകുന്നത്? വിനോദത്തലിനെ ഇട്ട് പിടിക്കുന്നത് എന്താണ്? എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കേസിനെ വിജിലൻസ് ആംഗിളിനെ സംബന്ധിച്ച് സാഹചര്യ തെളിവൊന്നും അല്ല പ്രസക്തി. അതിനകത്ത് പണം ഡിമാൻഡ് ഉണ്ടോ? ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം ലാലു പ്രസാദ് യാദവ് ഒരു തെളിവുകളും ഇല്ലാതെയാണ് ജയിലിൽ കിടന്നത്. അഴിമതി ലാലു പ്രസാദ് തെളിവുണ്ട്. അത് കാലിത്തീറ്റ കുംഭകോണം കേസ് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, അത് വേണ്ട. പക്ഷേ ട്രഷറിയിൽ നിന്ന് പൈസ വാങ്ങിച്ചതിന് ധാരാളം എവിഡൻസ് ഉണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം KM മാണി ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. കാരണം അവർ കൊടുത്തെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, പക്ഷേ കൊടുത്തെങ്കിൽ അത് തിരിച്ച് റിക്കവറി ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടില്ല. കൊടുത്തതിന് തെളിവില്ല. ഇതിൻ്റെ കംപ്ലൈൻറ്റ് നേരിട്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് മറ്റ് മാർഗ്ഗങ്ങൾ ഇവർ പണം കൊടുക്കുമ്പം മുൻവിധിയോടി കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ മുൻവിധിയോടുകൂടി ട്രാപ്പിലേക്ക് പോകാമായിരുന്നു ബിജു രമേശിനും മറ്റും. അത് ഈ കേസിലുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് കൈക്കൂലിയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. PC ആക്ടിനകത്ത് വരണം. ഇപ്പം കോടതി സമർപ്പിച്ചിരിക്കുന്ന ഫാക്ച്വൽ റിപ്പോർട്ട് കോടതി പരിശോധിക്കുമ്പം അതിനകത്ത് തെളിവുണ്ടോ, ഒരു കോഗ്നിസൻസ് എടുക്കാനുള്ള തെളിവുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ അത് പോലീസിൻ്റെ ഫാക്ച്വൽ റിപ്പോർട്ട് SP സുകേശൻ അന്വേഷിച്ച് നടത്തിയ റിപ്പോർട്ട് ഈ വിജിലൻസ് ആക്ട് പ്രകാരം അത് അവിടെ ഒരു ലീഗൽ എക്സ്പെർട്ട് ഉണ്ടാവും, അവർ നോക്കും. വിജിലൻസ് ഡയറക്ടർ ഒപ്പീനിയൻ വിലയുള്ളതാണ്. ആ വിജിലൻസ് ഡയറക്ടർ നോക്കും. ഒരു പക്ഷേ ശ്രീ സൂര്യയ്ക്ക് ഇതേക്കുറിച്ച് ഒന്ന് ക്ലാരിഫിക്കേഷൻ നൽകാൻ സാധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും അമ്പിളി പോലുള്ള ബിജു രമേശിൻ്റെ ഡ്രൈവറുടെ മൊഴി പോലും അത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞതിനെ കോടതി അംഗീകരിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ ജോർജ് ജോസഫ് പറയുന്ന വാദഗതികൾ എത്രമാത്രം നിലനിൽക്കും, അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും കോടതി കാണാൻ പോകുന്നത്? നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ട്രയൽ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, വിചാരണയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന തെളിവുകളുടെ ഒരു നിയമപരമായ ടെക്നിക്കൽ ഇൻറ്റഗ്രിറ്റി ഈ ഘട്ടത്തിൽ പ്രശ്നമേ അല്ല. കോടതിക്ക് കോഗ്നിസൻസ് എടുക്കാൻ മാത്രം പ്രഥമ ദൃഷ്ട്യാ ഈ കേസിൽ മുമ്പോട്ട് പോകാൻ വകുപ്പുണ്ട് എന്ന് തോന്നാൻ മാത്രമുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ട്രാപ്പ് കേസസ് ഒക്കെ ആയിട്ടുള്ള അനാലജി അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
പിന്നെ ഈ ഡിമാൻഡിന് വേണ്ടി പ്രൂഫ് വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ട്രാപ്പ് കേസിൽ എന്താ സംഭവിക്കുന്നത്? ഒരു നിഷ്കളങ്കനായ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ഒരു ഇൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കടന്നു വന്ന് പൈസ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് എറിയുക, അല്ലെങ്കിൽ പോക്കറ്റിൽ കുത്തി തിരുകുക. ഇത്തരം സന്ദർഭങ്ങളിൽ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആരും കൊടുക്കപ്പെടരുതെന്ന് കരുതിയാണ് സുപ്രീം കോടതി നിരവധി കേസുകളിൽ ഡിമാൻഡിന് വേണ്ടി സ്പെഷ്യൽ എവിഡൻസ് വേണം എന്ന് പറയുന്നത്. അത് എവിഡൻസ് ആണ്, അത് അപ്പോഴും ട്രയൽ കേസിലാണ്, അതിൽ അക്വിറ്റലും കൺവിക്ഷനും ഒക്കെ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ്. ഇവിടെ നമ്മൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ കോടതിക്ക് മുമ്പിലുള്ള മാനദണ്ഡം. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ ഡിമാൻഡിനെ പറ്റി സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകം എവിഡൻസ് വേണമെന്ന് നിഷ്കർഷിക്കുന്നത് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പ്രതിയായിരിക്കുന്ന ഒരു കേസിൽ ആ ഒരു അനാലിറ്റി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാലയിലുള്ള വീട്ടിലേക്ക് കടന്നു കയറി പൈസ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കും എന്ന് ആർക്കെങ്കിലും ഒരു വാദം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ ഇതിൽ ഗിൽറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കൺവിക്ഷൻ പറ്റില്ല എന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നത് പ്രിമച്വറാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, മറ്റൊരു കാര്യം, ശ്രീ അഡ്വക്കേറ്റ് പത്മകുമാർ, നമുക്കറിയാം ഈ കേസ് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചതാണ്. പൊതുജനങ്ങൾ ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയുള്ളവരാണ്. ബാർ കോഴ കേസ് എന്ന് പറയുന്നത് കൃത്യമായ അഴിമതിയുടെ ഒരു പര്യായമായി തന്നെ കേരളം ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് കെ.എം. മാണി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഭരണകക്ഷിയിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള കക്ഷിയുടെ നേതാവാണ്, ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഈ കേസ് ഇപ്പോൾ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസ് ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി എല്ലാ സന്നാഹങ്ങളും, ഏത് വിധത്തിലുള്ള സന്നാഹങ്ങളും ഉപയോഗിക്കുക അല്ലെങ്കിൽ ദുരുപയോഗിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണവർഗത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കോടതിയുടെ ഇത്തരത്തിലുള്ള ഇടപെടലുണ്ടായത്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ നിസ്സാരമായി കളയാൻ സാധിക്കുമോ? ശ്രീ പത്മകുമാർ. ഈ കേസ് എങ്ങനെയാണ് അട്ടിമറിച്ചത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. പച്ചവെള്ളം പോലെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം ഇതെന്താണ് സംഭവിച്ചതെന്ന്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്നുള്ള ആയിരുന്നല്ലോ അതിൻ്റെ ഉദ്ദേശം. ഈ പ്രതികളെ രക്ഷപ്പെടുത്തുക, അതിന് പ്രത്യേകിച്ചും മാണി പ്രതിയായിട്ട് വന്നപ്പോൾ മാണിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടത്തിയത്. അതിന് വിലങ്ങുതടിയായി നിന്നത് SP സുകേശനാണ്. നമുക്കറിയാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ശരിക്കും മാണിയുടെ അഭിഭാഷകൻ വാദിക്കുന്നത് പോലെ വാദിച്ചത്, അല്ലാതെ ഒരു മുൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്നുള്ള നിലയിലല്ല. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം 418 ബാറ് പൂട്ടിക്കിടക്കുന്ന ബാർ തുറക്കുന്നതിന് വേണ്ടിയിട്ട് കക്കൂലി ആവശ്യപ്പെട്ടു. ഡിമാൻഡ് ഇല്ലെന്നാണ് പറയുന്നത്, ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബിജു രമേശൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പൈസ കൊണ്ടുപോയതിനെ സംബന്ധിച്ചിട്ടുണ്ട്. അതാണ് വിജിലൻസ് കോടതി പറഞ്ഞത്. തുടരന്വേഷണം വേണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ആവശ്യമായി മുന്നോട്ട് വന്നപ്പോൾ കോടതി പറഞ്ഞത് ശാസ്ത്രീയ തെളിവുകളും അമ്പിളിയുടെ മൊഴിയും തമ്മിൽ ഇപ്പോൾ പ്രഥമ ദൃഷ്ട്യാ അത് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പുറകെ അന്വേഷിക്കാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയ തെളിവുകളും അമ്പിളിയുടെ മൊഴിയും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത റിപ്പോർട്ടിനെ മറികടക്കാൻ വിജിലൻസ് ഡയറക്ടർ നിർബന്ധപൂർവ്വം ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ കത്ത് ഡയറക്ഷനാണ്, നിർദ്ദേശമാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല. കോടതിയിൽ എന്താ പറഞ്ഞ വിജിലൻസ് ഡയറക്ടറുടെ അഭിപ്രായമല്ല എന്ന് കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബോധ്യം വന്നു. അദ്ദേഹം കൊടുത്ത നിർദ്ദേശമാണ്. ഇന്ത്യയിൽ ഇതേപോലൊരു സമാനമായൊരു കേസ് വന്നിട്ടുണ്ട്. CBIയുടെ രഞ്ജിത് സിൻഹായി ഡയറക്ടറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രതികളുമായി കൂടിക്കാഴ്ച നടത്തിയ കേസിൽ വളരെ വ്യക്തമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഡയറക്ടർക്ക് ഏതെങ്കിലും രീതിയിൽ അന്വേഷണത്തിൽ ഇടപെടണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ പ്രസൻസിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അധികാരം, അദ്ദേഹത്തിൻ്റെ അവകാശം ഡയറക്ടർക്കോ മറ്റാർക്കോ ചോദ്യം ചെയ്യാനും ഇടപെടാനും പാടില്ല എന്ന് വളരെ വ്യക്തമായൊരു വിധി സുപ്രീം കോടതിയുടെ നമ്മുടെ 2G സ്പെക്ടർ കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ വളരെ അധികാര ദുർവിനിയോഗമാണ് വിൽസൺ പോൾ നടത്തിയത്. അതിന് ഡയറക്ഷൻ കൊടുത്ത ഭരണ നേതൃത്വത്തിലുള്ളവർ രാജിവെച്ച് പുറത്തു പോവുകയാണ്. ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത്. ബാർ കോഴ കേസ് തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ന് സ്പെഷ്യൽ കോടതിയിൽ പ്രത്യേക പരാമർശങ്ങളുണ്ടായി. ആ പരാമർശങ്ങൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതാണ്. അതായത് അന്വേഷിച്ച വിജിലൻസിൻ്റെ നിഗമനങ്ങളെ പലതിനെയും
വിജിലൻസിൻ്റെ റിപ്പോർട്ടിനെ ഉൾപ്പെടെ കോടതി ഇന്ന് നിശിതമായി വിമർശിച്ചിരിക്കുന്നു. അതൊരു പരാമർശം മാത്രമാണെന്ന ഒഴിവഴികൾ ഉണ്ടെങ്കിൽ പോലും ഒട്ടേറെ പ്രാധാന്യമുള്ള നിരീക്ഷണങ്ങളാണ് ഇന്ന് കോടതി നടത്തിയിരിക്കുന്നതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഇന്ന് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് കൂടി നമുക്ക് കാണാം. കമ്മീഷനെ വെച്ച് മന്ത്രിമാരെ രക്ഷിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും ഇതിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞത്. മാത്രമല്ല, മാണിക്കെതിരെ നടപടിയെടുക്കേണ്ടത് ഇനി മുഖ്യമന്ത്രിയും ചെന്നിത്തലയുമാണെന്നും ഇവരാണ് ഇനി തിരിച്ചടി നേരാൻ പോകുന്നതെന്നും VS അച്യുതാനന്ദൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം കാണാം. ഏറ്റവും മൂത്ത ഒരു അന്വേഷണ സംഘത്തിന്റെ നേതാവാണ് വിൻസെന്റ് പോൾ. ഓരോ അന്വേഷണ കമ്മീഷനെയും ഉപയോഗിച്ച് അഴിമതിക്കാരെ രക്ഷിച്ചു പോരുന്ന സമീപനമാണ് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരായിട്ടുള്ള ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ പ്രത്യക്ഷമായ തെളിവാണ് വിൻസെന്റ് പോളിനെ ഇപ്പോൾ കോടതി ആക്ഷേപിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് ചെന്ന് തറയ്ക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ചങ്കിനാണ്. യെസ്, അഡ്വക്കേറ്റ് BRM ഷഫീർ യുവ കോൺഗ്രസ് നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ ചങ്കിലേക്ക് തറയ്ക്കുന്ന ഒരു ആയുധമായിട്ടാണ് ഇന്നത്തെ കോടതിയുടെ പരാമർശത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കാണുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകൾക്കായി ഒരു ശ്രമങ്ങൾ നടന്നിരുന്നു. അമ്പിളി എന്ന് പറഞ്ഞ ബിജു രമേശിൻ്റെ ഡ്രൈവറുടെ നുണപരിശോധന നടത്തി ആ റിപ്പോർട്ട് നൽകിയിരുന്നു. അതെല്ലാം തെറ്റാണ്, അതെല്ലാം പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്നുള്ള വാദങ്ങളെല്ലാം ഇന്ന് കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് സഖാവ് VSനോ ഇടതുപക്ഷത്തിനോ BJPക്കോ ഒന്നും സന്തോഷിക്കാനുള്ള ഒരു വകയില്ല. ഇതൊരു പുതിയ സംഭവമല്ല. ഇന്നിപ്പോൾ വിജിലൻസ് കോടതി ഇതിൻ്റെ പ്രിലിമിനറി ഹിയറിംഗ് നടത്തിയ ചില പരാമർശങ്ങൾ മാത്രമാണ്. ഇതൊരു അന്തിമമായ വിധിയല്ല. പല കോടതികളും ഞാൻ പ്രതിവിടെ പറയാം, പല കോടതികളും സുപ്രധാനപ്പെട്ട പല കേസുകളും ഇതിങ്ങനെ വിചാരണയ്ക്ക് മുമ്പുള്ള പ്രിലിമിനറി ഹിയറിംഗ് നടത്തുമ്പോൾ ഒബീറ്റർ ഡിക്റ്റകൾ എന്നാണ് വക്കീലിനറിയാലോ, ഒബീറ്റർ ഡിക്റ്റകൾ പുറപ്പെടുവിക്കാറുണ്ട്. അതൊന്നും ഒരിക്കലും വിധിയിൽ വരാറില്ല. അത് വിധിയുടെ ഭാഗമല്ല. അതൊരിക്കലും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നാളെ ഇതായിരിക്കും വിധി എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ അവർ പറഞ്ഞു പിന്നെ പറഞ്ഞു വരുന്ന വാദത്തിനിടെയുള്ള പരാമർശമാണ്. രണ്ട് കൊടുത്തു എന്ന് പറയപ്പെടുന്ന കത്ത് ഒരു നിർദ്ദേശമാണ്. ഞാൻ ഇപ്പോഴും പറയാം, ഈ കേസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത് SP സുകേഷിനാണ്. SP സുകേഷിന് ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പറഞ്ഞിട്ടില്ല, എൻ്റെ മേൽ എന്തെങ്കിലും ഒരു സമ്മർദ്ദം ADGP വിൻസെന്റ് പോളിൻ്റെ ഭാഗത്തുണ്ടായത് പറഞ്ഞിട്ടില്ല. ഉള്ളത് ADGP വിൻസെന്റ് പോൾ നൽകിയ ഒരു കത്തിൽ ഇത് കുറ്റവിമുക്തനാക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പരാമർശമുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാമർശമില്ല. അതൊരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. ഇല്ല, ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, അഡ്വക്കേറ്റ് സൂര്യ വെല്ലുവിളിച്ച് പറയുന്നു, വിൻസെന്റ് പോൾ കൊടുത്തിരിക്കുന്ന ഈ കേസിൻ്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട കത്തിൽ മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സുകേഷിന് കൊടുത്തതായി വിവരാവകാശ നിയമപ്രകാരമോ അല്ലാതെയോ ഇവരൊരു തെളിവ് കൊണ്ടുവരട്ടെ. അതിനകത്തൊരൊറ്റ വാചകം പോലുമില്ല. അത് ഞാൻ സമർത്ഥിച്ച് പറയാം. എങ്ങനെയാണ് ഒരു വിജിലൻസ് ഡയറക്ടർ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളാണോ? ഒരു കോടതി ഇവിടെ ഇപ്പോൾ ജോർജ് തോമസ് സാർ ഇരിപ്പുണ്ടല്ലോ, ഒരു സെഷൻസ് ഒഫൻസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കേസുകളിലും ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ കേസ് ഡയറിയിൽ എഴുതുകയും മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യുകയും മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് CRPCയുടെ ഭാഗമാണ്. അഡ്വക്കേറ്റ് സൂര്യയ്ക്ക് അതറിയാം. പിന്നെ പുറത്തുനിന്ന് VS പറഞ്ഞല്ലോ, പുറത്തുനിന്ന് ഏതോ പുതിയ അഡ്വക്കേറ്റുമാരെ കൊണ്ടുവന്നതാണ് വലിയ വിഷയമെന്ന്. ഇതേ സഖാവ് VS ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ഇപ്പോൾ നമ്മൾ TV യിൽ കാണുന്ന ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്ന ലോട്ടറി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലുള്ളവരെ, പ്രോസിക്യൂഷൻ ഡയറക്ടർ കേരളത്തിലുള്ളവരെ ഇതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് അഴിമതി സംരക്ഷിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ടാണ് പറഞ്ഞേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. ഈ ന്യായഗതികൾ എത്രമാത്രം നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടി വരും? പ്രത്യേകിച്ചും ഈ നിയമോപദേശം തേടിയതിനെ കോടതി വിമർശിച്ചിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഇത് മുൻപും VS അച്യുതാനന്ദൻ ചെയ്തിരുന്നു ലോട്ടറി കേസിൽ. അതെല്ലാം കോടതി മുമ്പിലെത്തുമ്പോൾ കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. കോടതി അതിനെ അതിനിശ്ചിതമായി ഇന്ന് വിമർശിച്ചിരിക്കുകയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അല്ല, ഇവിടെ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഈ പരാമർശങ്ങൾ, ആക്ഷേപങ്ങളൊക്കെ അത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രസക്തമായ വിഷയങ്ങളല്ല ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്.
നമുക്ക് ഔദ്യോഗികമായി ഈ രേഖകൾ കേസ് ഡയറി കാണുന്നതിനുള്ള അവസരം ആർക്കും കിട്ടിയിട്ടില്ല. ചോർന്ന് കിട്ടിയ അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പൊതുസമൂഹം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നു. ആ നിഗമനം ശരിയായിരുന്നു എന്നാണ് കേസ് ഡയറിയും അനുബന്ധ രേഖകളും പരിശോധിച്ചതിന് ശേഷം ഇന്ന് കോടതി നടത്തിയിരിക്കുന്ന പരാമർശത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അത് അന്തിമ വിധിയല്ല, അന്തിമമായ ഉത്തരവല്ല. ഇതൊക്കെ നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഒബിറ്റർ ഡിക്റ്റ പോലുമല്ല. അത് കേവലം പരാമർശം മാത്രമാണ്. ആ പരാമർശം വായുവിൽ ലയിച്ചു പോകേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു ജഡ്ജി ഉത്തരവാദിത്വത്തോടെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ ഇന്നുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന ഒരു സംതൃപ്തി നമുക്കുണ്ടാകുന്നുണ്ട്. ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഒരു ദിശാസൂചികയാണ് ഇന്ന് കോടതിയിൽ നിന്ന് നമ്മൾ കേട്ട പരാമർശങ്ങൾ. വക്കീലിനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവരുടെ കേസുകൾ വാദിക്കുന്നതിന് ഏത് വക്കീലിനെയും കൊണ്ടുവരാം, അത് അവരുടെ അവകാശമാണ്. പക്ഷേ ഇവിടെ അഴിമതി അന്വേഷിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയ ഒരു അതോറിറ്റി, ആ അതോറിറ്റി ഒരു സ്വകാര്യ വക്കീലിൻ്റെ ഉപദേശം തേടിക്കൊണ്ട് തനിക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം, ഔദ്യോഗികമായി വിൻസൻ എം പോൾ ഡയറക്ടർ നൽകിയ നിർദ്ദേശം, അത് നടപ്പാക്കുന്നതിന് പരിശ്രമിച്ചു എന്ന ഗുരുതരമായ ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അതോറിറ്റിക്ക് ഒരു സ്വകാര്യ വക്കീലിൻ്റെ ഉപദേശം വാങ്ങിക്കൊണ്ട് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയെ കുറ്റവിമുക്തനാക്കാൻ കഴിയില്ല. ആ അനൗചിത്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതുതന്നെയാണ് ഇന്ന് വിജിലൻസ് ജഡ്ജിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് സൂര്യ, ഇപ്പോൾ നമ്മൾ ഈ കേസ് ഇപ്പോൾ ഈ നാളെയും തുടരും എന്നാണല്ലോ ഇതിൻ്റെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് എത്രമാത്രം നിങ്ങളുടെ ഒരു ആംഗിൾ ഗുണകരമാകും, അല്ലെങ്കിൽ ഇതൊരു വഴിത്തിരിവായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അഭിപ്രായങ്ങൾ വരുന്നത് പോലെ ഇത് നിസ്സാരമായ ഒരു വിഷയം മാത്രമായിട്ട് കാണേണ്ട അവസ്ഥയാണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ തീർച്ചയായും വളരെ ഇൻവോൾവ് ആണ് ഈ കേസിൽ. അപ്പോൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം റിസെപ്റ്റീവാണ്, നമ്മൾ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൽ സംവെർ ഇറ്റ് റെസനേറ്റ്സ് എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തീർച്ചയായും നമുക്കുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അന്തിമ വിധി വരുന്നത് വരെ നമുക്ക് ആർക്കും കേസ് ജയിച്ചെന്നോ തോറ്റെന്നോ പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഈ ഐ ഡയറക്റ്റ് യു നോട്ട് ടു ടേക്ക് കേസ്, നോട്ട് ടു ഇനിഷ്യേറ്റ് എ പ്രൊസീഡിങ് അഗെയിൻസ്റ്റ് കെ എം മാണി എന്നൊരു ഡയറക്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷേ പ്രൈമ ഫെസി എവിഡൻസ് ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷൻ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിലുണ്ട്, ലെറ്ററിലുണ്ട്, നോട്ടിലുണ്ട്. ആ കൺക്ലൂഷൻ അതേപടി ഓൺ ദി ബേസ് ഓഫ് ദ സെയിം റീസണിങ് അത് അതേപടി ആവർത്തിക്കപ്പെടുകയാണ് അന്തിമ റിപ്പോർട്ടിലെങ്കിൽ അതിൽ നിന്ന് ആകെ ഒരു കൺക്ലൂഷനെ നമുക്ക് സ്വീകാര്യമായിട്ടുള്ളതുള്ളൂ. അതായത് അദ്ദേഹം ഇൻഡിപെൻഡൻ്റായി സ്വന്തം തലച്ചോറ് അപ്ലൈ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു നിഗമനമല്ല അത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശം അതേപടി പകർത്തി വയ്ക്കുകയായിരുന്നു അന്തിമ റിപ്പോർട്ടിൽ എന്നുള്ളത് മാത്രമാണ് അതിൽ നിന്നുള്ള റീസണബിൾ ആയിട്ടുള്ളൊരു കൺക്ലൂഷൻ. ഞാനത് പറയാൻ കാരണം ഒരൊറ്റ ഉദാഹരണം പറയാം. ഫാക്ച്വൽ റിപ്പോർട്ടിൽ, വസ്തുതാ റിപ്പോർട്ടിൽ അമ്പിളിയുടെ മൊഴി അത് പോളിഗ്രാഫ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോളിഗ്രാഫ് എക്സ്പേർട്ടിൻ്റെ ആ എക്സ്പേർട്ടിൻ്റെ മൊഴിയുടെ കൂടെ അടിസ്ഥാനത്തിൽ ഈ മൊഴി ക്രെഡിബിൾ ആണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രീ സുകേഷിൻ്റെ വസ്തുതാ റിപ്പോർട്ടിലുണ്ട്. അന്തിമ റിപ്പോർട്ടിൽ ഒരൊറ്റ സെൻറ്റൻസ് മാത്രം, ഇദ്ദേഹത്തിൻ്റെ അമ്പിളിയുടെ മൊഴി സ്വീകാര്യമല്ല. ഇത് എങ്ങനെ ഈ മാറ്റം വന്നു, എന്ത് ഫർദർ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു എക്സ്പേർട്ടിൻ്റെ എവിഡൻസ് തള്ളിക്കളഞ്ഞുകൊണ്ട് അമ്പിളിയുടെ മൊഴി സ്വീകാര്യമല്ല, പേഴ്സൺ വാസ് അണ്ടർഗോൺ എ പോളിഗ്രാഫ് ടെസ്റ്റ്, അതെങ്ങനെ പറയാനുള്ള എക്സ്പെർട്ടീസ് ശ്രീ സുകേഷിനോ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു എക്സ്പേർട്ടിനെ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരം യാതൊരു ചർച്ചയും ഇല്ലാതെ വിജിലൻസ് ഡയറക്ടറുടെ നോട്ടിലുള്ള ഒരു ഒബ്സർവേഷൻ അതേപടി പകർത്തി വയ്ക്കുകയാണ് അന്തിമ റിപ്പോർട്ടിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് ആകെയുള്ളൊരു കൺക്ലൂഷൻ അദ്ദേഹം സ്വതന്ത്രമായി എടുത്തൊരു തീരുമാനമായിരുന്നില്ല ശ്രീ കെ എം മാണിക്കും മറ്റ് ബാർ ഹോട്ടൽ അസോസിയേഷൻ ഓണേഴ്സിനും എതിരെ പ്രൊസീഡ് ചെയ്യാൻ വസ്തുതകളോ തെളിവുകളോ ഇല്ല എന്നുള്ളത് ഒരു വാദഗതിയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉന്നയിച്ചതുണ്ടോ പ്രത്യേകമായിട്ട്? ഇതുവരെ മാധ്യമങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവർ വാദിക്കുന്ന പോലെ ഇത് തള്ളിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സാഹചര്യത്തിലാണ് ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കോൺട്രഡിക്ഷൻ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്തത്, ഇപ്പോൾ എല്ലാ വാദഗതികളും പബ്ലിക് ഡൊമൈനിലുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ ഒരു വാദം ശ്രീ കെ എം മാണി പറയുന്നത് ഈ ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ഒരൊറ്റ ഭാരവാഹി പോലും അദ്ദേഹത്തെ വന്ന് കണ്ടിട്ടേ ഇല്ലെന്നാണ്. ഓർക്കുന്നില്ലെന്നല്ല, മറന്നുപോയി എന്നല്ല, നോക്കണം എന്നല്ല, കണ്ടിട്ടേ ഇല്ല. ഇറ്റ്സ് എ ഫ്ലാറ്റ് ആൻഡ് എംഫറ്റിക് ഡിനയൽ. പക്ഷേ
എല്ലാ ബാർ അസോസിയേഷൻ ഓണേഴ്സും അവരാരും അവരുടെ എല്ലാം കളക്റ്റീവ് എവിഡൻസ്, ദ വെയിറ്റ് ഓഫ് ദർ കളക്റ്റീവ് എവിഡൻസ് ഇസ് ദി അതർ വേ ദാറ്റ് ദേ ഹാവ് ബീൻ മീറ്റിംഗ്സ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ ഡോക്ടർ ശ്രീ ജോർജ് ജോസഫ്? ഇല്ല, ഞാൻ ഇതിനകത്ത് ഈ പോളിഗ്രാഫ് ടെസ്റ്റ് അഡ്വക്കേറ്റ് സൂര്യ പറഞ്ഞത് അതൊരു കൺക്ലൂസീവ് പ്രൂഫ് അല്ല. അതൊരിക്കലും പോലീസ് അംഗീകരിക്കത്തില്ല, ഇല്ലില്ല. അത് അല്ല കൺക്ലൂസീവ് ഇല്ല, അല്ലല്ല അതൊരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പോളിഗ്രാഫ് ടെസ്റ്റ്. പക്ഷേ ഈ കാര്യത്തിൽ ബിജു രമേശ് ആണല്ലോ പണം കൊടുത്തെന്ന് പറയണത്. ആ പണം കളക്ട് ചെയ്തിട്ട് രാജ്കുമാർ ഉണ്ണി അതുപോലെ ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഇവരെ ഈ കെ എം മാണിയെ ഒരു അഴിമതി കേസിൽ കൊടുക്കുന്നുള്ള ഇന്റൻഷനോടെ അല്ല, അവരുടെ ഒരു കാര്യസാധ്യത എന്താ പറയാ ക്രിമിനൽ ഒഫൻസിന് വിധേയരാണ്. ഈ കൈക്കൂലി കൊടുത്തവരും ഇതിൽപ്പെട്ടവരാണ്. ഞാൻ ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് ബിജു രമേശ് ഇതിൻ്റെ മൊഴി ഒരു ഡിപ്പെൻഡബിൾ അല്ല. കാരണം 3 പേർക്ക് കൈക്കൂലി കൊടുത്തിട്ട് മാണിയെ മാത്രം, കെ എം മാണി മാത്രം അങ്ങേര് കേസ് കൊടുക്കാൻ പോയി. പിന്നെ പീസ്മില്ലായിട്ടാണ് അങ്ങേരുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അൺറിലയബിൾ സ്റ്റേറ്റ്മെൻറ്റായി കോടതി പരിശോധിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ്. രണ്ടാമത് ഇപ്പോഴല്ലേ കോടതിയിലെത്തിയത്? അല്ലല്ല, കോടതി അത് പരിശോധിക്കും. കാരണം സാഹചര്യത്തിൽ തെളിവുകളൊന്നും പോലീസിന് കൊടുക്കരുതെന്നാണ് എല്ലാവരും പറയുന്നത്. കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ശരി, സുബേഷൻ അന്വേഷിച്ച ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ബിസിനസ് ഡയറക്ടർക്കും ആ എക്സ്പെർട്ടിനും നോക്കാനൊക്കെ ഉള്ളൂ. അദ്ദേഹം റെക്കോർഡ് ചെയ്ത 166 സ്റ്റേറ്റ്മെന്റ് ആണ് അത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൂ. അത് കോടതി എങ്ങനെ നിരീക്ഷിക്കട്ടെ, അതല്ല ഇപ്പം പ്രസക്തമായി. ഇതിനകത്തുള്ള എവിഡൻസ് മാത്രമേ കോടതിക്ക് നോക്കാനൊക്കെ ഉള്ളൂ. അത് ഒരു കോഗ്നിസൻസ് എടുക്കാനായിട്ട് തക്കതായ എവിഡൻസ് ആ ഫാക്ച്വൽ റിപ്പോർട്ടിലുണ്ടോ? സുകേശന് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയതുകൊണ്ട് എല്ലാ എവിഡൻസും സ്റ്റേറ്റ്മെന്റ് 337 പേരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എവിടെയെങ്കിലും ന്യൂസിൽ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ഈ അഴിമതി തന്നെ വിഷയം, സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ വിവാദം സൃഷ്ടിച്ച, കോളിളക്കം സൃഷ്ടിച്ച സോളാർ കേസിൽ സർക്കാർ പകപോക്കൽ നടത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ ചോർത്തിയെന്നാരോപിച്ച് അന്നത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ നിജേഷിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സരിതയുടെ ഫോൺ കോൾ വിവരങ്ങൾ പീപ്പിൾ ടിവിക്ക് ചോർത്തി നൽകിയെന്നാണ് ഈ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള ആരോപണം. ഒരുപക്ഷേ ഇത്തരം ഒരു നടപടി സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളുമായി ഇപ്പോൾ പി വി കുട്ടൻ കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. കുട്ടൻ, എന്താണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ? യു പ്രദീപ്, 2013 ജൂൺ മാസം 11-ാം തീയതിയാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലുക്കിയ, ഇന്നും കേരള രാഷ്ട്രീയത്തിൽ അലയൊലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സോളാർ തട്ടിപ്പ് കേസ് പീപ്പിൾ ടിവി പുറത്തുവിടുന്നത്. ഈ വാർത്ത പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ സരിതയുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ, അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുപ്പക്കാരായ ജിക്കുമോൻ, ജോപ്പൻ ഉൾപ്പെടെയുള്ള പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ, ഭരണതലത്തിലെ മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, ദില്ലിയിലെ കുരുവിള ഉൾപ്പെടെയുള്ള ആൾക്കാരുമായി സരിത സോളാർ തട്ടിപ്പ് കേസിലെ, കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസായ സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത നിരന്തരം ബന്ധപ്പെട്ടു എന്നതിന്റെ ഫോൺ കോൾ വിശദാംശങ്ങളാണ് 2013 ജൂൺ മാസം 11-ാം തീയതി പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. ആ വാർത്തയുടെ വിവാദങ്ങൾ ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ കെട്ടടങ്ങിയിട്ടില്ല. വാർത്ത വന്ന് 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന കാരണം ചുമത്തിക്കൊണ്ട്, ഞങ്ങളുമായി ഫോണിൽ സംസാരിച്ചു എന്ന കാരണം ഒരു കുറ്റം ചുമത്തിക്കൊണ്ട് സിവിൽ പോലീസ് ഓഫീസർ, കണ്ണൂരിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ നിജേഷിനെ അന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തൃശ്ശൂരിലെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. നിജേഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അന്ന് തന്നെ ഭരണതലത്തിലും ആഭ്യന്തര വകുപ്പിലും പോലീസ് സംവിധാനത്തിലും വലിയ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ പോലീസ് സേനയിൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനായാണ് നിജേഷ് അറിയപ്പെടുന്നത്. സംസ്ഥാനത്തിനകത്തെ പല കവർച്ച കേസുകളടക്കം തെളിയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നിജേഷ്. തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അന്ന് SI ആയി ഉണ്ടായിരുന്ന ബിജു ജോൺ ലൂക്കോസിന്റെ നേതൃത്വത്തിൽ നിജേഷ് ഉൾപ്പെടുന്ന സംഘമായിരുന്നു ആദ്യഘട്ടത്തിൽ സോളാർ കേസ് അന്വേഷിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ ഈ വിവരങ്ങൾ സരിതയുടെ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, അതായത് ഈ നിജേഷിനെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഉത്തരവിൽ കാരണം എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വിത്തൗട്ട് എനി റീസൺ അങ്ങനെയാണോ? എന്തെങ്കിലും കാരണങ്ങൾ, ഒരാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ സർവീസ് റൂളുകളില്ലേ ശ്രീ ജോർജ് ജോസഫ്? ഒരു പക്ഷേ കുട്ടൻ ഒരു നിമിഷം തുടരുക. ശ്രീ ജോർജ് ജോസഫ്, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് നമ്മളോടൊപ്പം ഉണ്ട്. ഇതിൻ്റെ ഒരു നിയമവശം എത്രമാത്രം ഇപ്പോൾ ഇത് പിരിച്ചുവിടാനായിട്ട് അത് കൊടുത്തു എന്ന് ഇത് പ്രസ്സിനോ മറ്റവർക്കോ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് അനുസരിച്ച് വരാം, അതുപോലെ തന്നെ സർവീസ് റൂൾസ് അനുസരിച്ച് വരാം. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ടുണ്ട്, ടെർമിനേറ്റ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് അങ്ങേർക്ക് കൊടുത്ത മെമ്മോ ഓഫ് ചാർജ് നേരത്തെ കൊടുക്കണം, അതിന് സമാധാനം വാങ്ങിക്കണം. ഒരു സുപ്രഭാതത്തിൽ അങ്ങ് പിരിച്ചുവിടാൻ പറ്റില്ല.
അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് കൊടുക്കണം, അതിന് സമാധാനം കേൾക്കണം. അത് തൃപ്തികരമല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ട് ടെർമിനേറ്റ് ചെയ്യാം. അത് അങ്ങനെയാണോ നടപടി സ്വീകരിച്ചിരിക്കുക? അങ്ങനെ ആയിരിക്കണം സ്വീകരിച്ചത്. കാരണം എത്ര നാളും സൈലൻ്റ് ആയിരുന്നു ആ ഭാഗം. അതുകൊണ്ട് സരിത കേസിനകത്ത് ഇദ്ദേഹം കൊടുത്തുവെന്ന് എങ്ങനെയായാലും അതിൻ്റെ ഡീറ്റെയിൽസ് ഇയാൾ എടുത്തുവെന്നും അത് കൊടുത്തുവെന്നും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്കോണ്ടാക്ട് അനുസരിച്ച്, അതായത് ഇപ്പോൾ ശ്രീ കുട്ടൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നത് ഒരു പോലീസ് ഓഫീസർക്ക് അല്ല, മറ്റു പല സോഴ്സുകളുണ്ട് മാധ്യമങ്ങൾക്ക്. ഒരു സിവിൽ പോലീസ് ഓഫീസറിൽ നിന്ന് മാത്രം ലഭിക്കണമെന്നില്ല. മാത്രമല്ല ഈ വിവരങ്ങൾ, അതായത് ഈ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടാണ് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സോളാർ കേസ് പുറത്തു വന്നത്. സരിത എസ് നായരെ നമുക്ക് ന്യായീകരിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഒരു പോലീസ് ഓഫീസർ ഇതിൽ ഇരയായി പോകുന്നു അല്ലെങ്കിൽ ബലിയാടാവുന്നു എന്നുള്ളത് വിഷമകരമായ വാർത്ത തന്നെയല്ലേ? അതിനെനിക്ക് അത്രയും, കാരണം അദ്ദേഹത്തിന് കൊടുത്ത മെമ്മോ ചാർജ് കണ്ടിട്ടില്ല. വിശദീകരിക്കും. കുട്ടൻ, എന്താണ് നിജേഷിനെ പിരിച്ചുവിടാനുള്ള കാരണമായി ഈ പറഞ്ഞിരിക്കുന്നത്? അതേക്കുറിച്ച് അറിവുണ്ടോ കുട്ടൻ? പ്രദീപ്, തീർച്ചയായും ആദ്യഘട്ടം മുതൽ തന്നെ ഈ വാർത്ത ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും ഇതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. നിജേഷിനെതിരെയുള്ള പ്രധാനപ്പെട്ട കുറ്റം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത പീപ്പിൾ ടിവിയുടെ റിപ്പോർട്ടറുമായി ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും പ്രമാദമായ ഒരു വാർത്ത, ആ വാർത്തയിൽ സരിത എസ് നായരുടെ ഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഫോൺ കോൾ ഡീറ്റെയിൽസ് ഒരു സിവിൽ പോലീസ് ഓഫീസർ ഒരു മാധ്യമപ്രവർത്തകർ കൈമാറി എന്ന് പറയുന്നതിൽ വിശ്വസനീയമായ കാര്യമല്ല. കാരണം അത്തരത്തിലൊരു സിവിൽ പോലീസ് ഓഫീസറുടെ കയ്യിൽ ഇത്രയും വലിയ വിവരങ്ങൾ കിട്ടുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇത് കൃത്യമായി നിജേഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി കണ്ണൂരിലെ പോലീസ് സേനക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ സത്യമാണ്. നേരത്തെ കണ്ണൂർ പോലീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഘർഷത്തിൽ ആ പ്രദേശത്ത് ഉണ്ടാകാതിരുന്ന നിജേഷിനെ പ്രതി ചേർത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിലെ മികച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് നിജേഷ്. എന്നാൽ അന്ന് ഈ ആദ്യഘട്ടത്തിൽ സോളാറിന്റെ തലശ്ശേരി മേഖലയിലെ തട്ടിപ്പ് കേസ് അന്വേഷിച്ച ബിജു ജോൺ ലൂക്കോസ്, അതുപോലെ തന്നെ അത്തരത്തിൽ നിരവധി ഉദ്യോഗസ്ഥർ ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും വരാത്തൊരു നടപടി കൃത്യമായി നിജേഷിനെതിരെ വരുമ്പോൾ അത് തികച്ചും സംശയാസ്പദമാണ്. തുടരുക. കണ്ണൂർ CPIM ജില്ലാ സെക്രട്ടറി ശ്രീ P ജയരാജൻ നമ്മളോടൊപ്പം ചേരുന്നു. ഇതിന്റെ ഈ ഒരു പോലീസ് ഓഫീസർ പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു, അതും സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത എസ് നായരുടെ ഫോൺ ചോർത്തി എന്നുള്ള കുറ്റമാണ് കാരണമായി പറയുന്നത്. അതോടൊപ്പം മറ്റു ചില കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പകപോക്കൽ നയവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് CPIM അതിനെ കാണുന്നത്? പ്രശ്നമല്ലല്ലോ. യഥാർത്ഥത്തില് കേരളത്തില് ഈ സോളാർ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത സരിത നായര് ഇപ്പോ കുറ്റങ്ങളിൽ നിന്ന് വിമുക്തമാക്കപ്പെട്ട് അവള് ഇപ്പൊ മാന്യമായിട്ട് നടക്കുകയാണ്. അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അതും സരിത കേസിന്റെ അന്വേഷണത്തിൽ തുടക്കഘട്ടത്തിൽ വളരെ സാമർഥ്യപൂർവ്വം ഇടപെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഇപ്പൊ പിരിച്ചുവിടുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുക, അതേസമയം കുറ്റക്കാർക്കെതിരായിട്ട് വളരെ പ്രധാനപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച് ഈ സരിത നടത്തിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഒരു സിവിൽ പോലീസ് ഓഫീസറെ സർവീസിൽ നിന്ന് തന്നെ പിരിച്ചയക്കുന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതാണ് കേരളത്തിലെ UDF ഗവൺമെന്റിന്റെ സമീപനം. സരിതക്ക് എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് നിലവിൽ സരിതക്കെതിരായിട്ടുള്ള മുഴുവൻ കേസുകളും ഒത്തുരാജിയാക്കുന്നതിന് വേണ്ടിയുള്ള സംഭാവന അടക്കം നൽകിയിട്ടുള്ളത് കേരളത്തിലെ UDF ഭരണക്കാരാണല്ലോ. ഉമ്മൻചാണ്ടി അടക്കമുള്ള ഭരണ നേതൃത്വമാണ് പണം കൊടുത്തുകൊണ്ട് സരിതയെ രക്ഷിച്ച് ഇപ്പോ ജയിലിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇവിടെ സർവീസിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ആളെയാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇത് അങ്ങേയറ്റം നീതിരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇത് CPIMന്റെ മാത്രം പ്രശ്നമായിട്ടല്ല, സമൂഹമാകെ ഏറ്റെടുക്കേണ്ട ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമായിട്ട് ഇതിനെ രൂപപ്പെടുത്തണം എന്നതാണ് എനിക്കുള്ള അഭിപ്രായം. തീർച്ചയായും ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഒരു വാർത്തയോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പ്രത്യേകിച്ചും സർക്കാർ ജോലി, പോലീസ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും ഉള്ള ഒരു സുരക്ഷിതത്വമുള്ള ഒരു ജോലിയായി കണക്കാക്കുന്നിടത്ത് തന്നെ ഉന്നതാധികാരികളുടെ അല്ലെങ്കിൽ ഭരണ തലപ്പത്തുള്ളവരുടെ അപ്രീതിക്ക് പാത്രമായാൽ ആ ജോലിയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി അഴിമതിക്കെതിരെ പ്രവർത്തിച്ചാൽ പോലീസുകാരുടെ തൊപ്പി തെറിക്കുമെന്നുള്ള ഒരവസ്ഥ വളരെയധികം ഭീതിജനകമല്ലേ?
അത് പോലീസ് ഉൾപ്പെടെ സിവിൽ സർവീസിൽ പ്രവർത്തിക്കുന്നവർ, അവർക്ക് ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്, ചില സർവീസ് ചട്ടങ്ങളുണ്ട്. അവയുടെ ലംഘനമുണ്ടായാൽ അതിന് പ്രത്യാഘാതമുണ്ടാകും. പക്ഷേ ഇവിടെ ആ രീതിയിൽ സാങ്കേതികമായി ഈ കാര്യത്തിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്തത് സരിത കേസിൻ്റെ അതുകൊണ്ട് കേസാക്കി മാറ്റിയ പ്രാരംഭഘട്ടത്തിലെ അന്വേഷണങ്ങളിൽ സജീവമായി ഇടപെട്ട ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് നിജേഷ്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കുറ്റം കണ്ടെത്തി ഒരുപക്ഷെ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ മെമ്മോയും വിശദീകരണവും അന്വേഷണവും ഒക്കെ നടന്നിട്ടുണ്ടാകാം. അടിസ്ഥാനത്തിൽ അനഭിമതനായി തീർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ പൊടുന്നനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നൊരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ സലീം രാജിൻ്റെ ടെലിഫോൺ രേഖകൾ ഹൈക്കോടതിയാണ് ആവശ്യപ്പെട്ടത്. അന്ന് എത്ര തിടുക്കത്തിലാണ് നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ തൻ്റെ സ്വാധീനം പ്രയോഗിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ അപ്പീൽ നൽകുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തത്. സലീം രാജിൻ്റെ ടെലിഫോൺ വിവരങ്ങൾ സംരക്ഷിക്കുന്നതിന് സർക്കാരിന് എന്ത് ബാധ്യത എന്ന ചോദ്യം അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സരിതയുടെ ടെലിഫോൺ വിവരങ്ങൾ ചോർത്തി, അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. അത് ചോർത്തിയിട്ടുണ്ടോ, അത് മാധ്യമങ്ങൾക്ക് മറ്റു രീതിയിൽ കിട്ടിയതാണോ, അതൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ രീതിയിൽ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറെ പൊടുന്നനെ പിരിച്ചുവിടുന്ന നടപടി അത് അങ്ങേയറ്റം ഒരു പ്രതികാരപരമായ നടപടികളിലേക്ക് അസ്വീകാര്യമായി തീരുന്നുണ്ട്. തിരിച്ചു വരാം. ശ്രീ BRM ഷഫീർ, താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടാവുമെന്നറിയാം. പക്ഷേ ഇതൊരു അന്യായങ്ങൾ കാണുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട ഒരവസ്ഥ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണെങ്കിലും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ താങ്കളുടെ ഒരു ആദ്യ പ്രതികരണം അറിയാൻ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ നിജേഷ് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ ഒരു മുൻകാല കാര്യം കൂടി ഒന്ന് പറയാം. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഇതേ സഖാവ് പി ജയരാജനുമായി വളരെ അടുപ്പത്തിൽ DYFI പ്രവർത്തനം നടത്തി വരവേ പോലീസിൽ ജോലി കിട്ടിയ ആളാണ് ശ്രീ നിജേഷ്. ഏറ്റവും അവസാനം തലശ്ശേരി അത് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ അന്വേഷിക്കൂ, പി ജയരാജനോട് ഇരിപ്പുണ്ടല്ലോ. അങ്ങനെയാണോ കേരള പോലീസിലെ ശ്രീ ജോർജ് ജോസഫ്, കേരള പോലീസിലെ ഉദ്യോഗസ്ഥരൊക്കെ അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെ ഒപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ചവരാണോ ഉള്ളത്? പോലീസ് സേന അങ്ങനെയാണോ? PSCയിൽ ജോലി കിട്ടുന്നതിന് മുമ്പ് എന്ന് ഞാൻ ആധികാരികമായി പറഞ്ഞു. 2, പോലീസിൽ ജോലി കിട്ടിയതിന് ശേഷം തലശ്ശേരിയിൽ നടന്ന പോലീസ് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്താലേഖൻ ഇപ്പോൾ പറയുകയും ചെയ്തു. ഇവിടുത്തെ വിഷയം ഇദ്ദേഹത്തിന് അന്വേഷണ ചുമതലയുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ സഹായിയായി കൂടിയിട്ടുള്ള ഈ പോലീസുകാരൻ അന്വേഷണത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അറിയാതെ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എടുത്ത് ഒരു പ്രൈവറ്റ് ചാനലിന് കൊടുക്കുമ്പോൾ അത് ക്ലിയർലി എ മിസ്കോണ്ടക്ട്. മാത്രമല്ല സർവീസ് റൂൾ. ഇവിടെ ജോർജ് ജോസഫ് ഇരിപ്പുണ്ടല്ലോ. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സീനിയർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആധികാരികമായ രേഖ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഏത് കേസിലായിരുന്നു ഇടതുപക്ഷം. ഇപ്പോൾ പി ജയരാജന്റെ ആള് തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തല്ലോ. ആധികാരികമായി പറയുന്നു. സഖാവ് പി ജയരാജനുമായി വളരെ അടുപ്പമുള്ള ഈ പോലീസ് ജോലിക്ക് മുമ്പ് DYFIയുടെ SFIയുടെ ഏരിയ തലത്തിൽ പ്രവർത്തിച്ച സഖാവ് നിജേഷ് ഒരു പ്രതികരണം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ പി ജയരാജൻ, അതായത് ഈ സിവിൽ പോലീസ് ഓഫീസർ ഞാനുമായിട്ട് നേരത്തെ പരിചയമുള്ള ആളല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് കുടുംബമല്ല, കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട ഒരു യുവാവായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസറെ നടപടിയെടുത്തത് എന്തിനു വേണ്ടി എന്നതാണ് പ്രശ്നം. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള ആഭിമുഖ്യമുണ്ടോ, ആർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുമോ എന്നത് വേറൊരു പ്രശ്നമാണ്. ഇവിടെ ചന്ദ്രശേഖരൻ കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് DYSP ജോസി ചെറിയാൻ എത്ര മാധ്യമ പ്രതിനിധികളിലേക്കാണ് അദ്ദേഹം ഫോൺ ചെയ്തത്? കൃത്യമായിട്ട് ദേശാഭിമാനി പത്രം പുറത്തു കൊണ്ടുവന്നല്ലോ. 100 കണക്കിന് തവണ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രതിനിധികൾക്ക് ഫോൺ ചെയ്തുകൊണ്ട് അന്വേഷണ വിവരം കൃത്യമായിട്ട് ഇന്നതാണ് എന്ന് CPM വിരുദ്ധമായിട്ടുള്ള നിലയിൽ വാർത്ത ചോർത്തി കൊടുത്ത ആ DYSP ഇപ്പോഴും ഈ ചെന്നിത്തലയുടെ പോലീസ് സംവിധാനത്തിലുണ്ടല്ലോ. ഒരു സാധാരണ പോലീസുകാരനാണ് ഇപ്പോ നടപടിക്ക് വിധേയമായി പുറന്തള്ളപ്പെട്ടിട്ടുള്ളത്. ഇതിലെ പൊരുത്തക്കേടാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും ഇവിടെ സരിത കേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണല്ലോ. ആ കേസിലെ ഒരു പോലീസ് ഓഫീസറുടെ ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമ പ്രതിനിധിയുടെ ഫോണിലേക്ക് ഒരു കോള് പോയിട്ടുണ്ടെങ്കിൽ
ഇവിടെ നൂറുകണക്കിന് കോളുകൾ നൽകിയിട്ടുള്ള DYSP ജോസി ചെറിയാന്റെ നിരവധി കോളുകൾ മാധ്യമപ്രതിനിധികളുടെ ഫോണിലേക്ക് പോയല്ലോ. എത്ര തവണ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചേക്കണം? ഈ ചോദ്യമാണ് കേരളത്തിലെ സമൂഹം ഉയർത്തേണ്ടത്. തിരിച്ചു വരാം. ഒരു ഇടവേളയുണ്ട്. ഒരുപക്ഷെ എഡ്വേർഡ് സ്നോഡനുമായിട്ടൊക്കെ ഈ പോലീസ് ഓഫീസറെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടി വരുമല്ലേ ശ്രീ ജോർജ് ജോസഫ്? ഒരു നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചാരക്കേസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ചിലപ്പോൾ ചില ഫോൺ കോൾ ചിലപ്പോൾ ചോർത്തി കൊടുക്കേണ്ടി വരും, വേണ്ടേ? അതിനോട് ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം പോലീസ് സർവീസ് റൂൾ അനുസരിച്ച് രാജ്യനന്മയ്ക്ക് വേണ്ടിയല്ലേ? അല്ലല്ല, അത് വലിയൊരു അഴിമതിയല്ലേ? ഇല്ല, അത് പോലീസിന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് അത് ചോർത്താൻ പാടില്ല, അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അന്വേഷണത്തിന്റെ ഏത് ഘട്ടത്തിലുള്ള സംഗതിയാണെങ്കിലും അത് ചാനലിനോ പത്രത്തിനോ ലീക്ക് ചെയ്യുന്നു ഒരിക്കലും നല്ലതല്ല, അങ്ങനെ ചെയ്യാനും പാടില്ല. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ശ്രീ ജോർജ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് എല്ലാം അതെല്ലാം ഭേദഗതി ചെയ്തു, വളരെ സുതാര്യമാണ്. ഇപ്പോൾ വിവരാവകാശം വന്നതുകൂടി ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് തന്നെ ഈ പോലീസിന്റെ വെറുതെ ചട്ടക്കൂടിനകത്തുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും പോലീസിൽ നമുക്ക് വിവരാവകാശ പ്രകാരം ലഭിക്കുമല്ലോ. പിന്നെ എന്ത് രഹസ്യം? സോളാർ കേസിൽ സർക്കാരിന്റെ പകപോക്കൽ നടപടിയായി തന്നെയാണ് പോലീസ് ഓഫീസറായിട്ടുള്ള നിജേഷിനെ പിരിച്ചുവിട്ടത് വഴി ഉണ്ടായിട്ടുള്ളതെന്നുള്ള പൊതു അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കൈരളി പീപ്പിൾ TV ഈ വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ വിഷയം സോളാർ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ആദ്യം പുറത്തുവിട്ടത് പീപ്പിൾ TV തന്നെയായിരുന്നു. അത് വൻ കോളിളക്കം സൃഷ്ടിച്ചു. ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രതിക്കൂട്ടിലാണ്. സരിത എസ് നായർ ജാമ്യമെടുത്ത് നടക്കുകയാണ്. ഇപ്പോഴും കോടതിയിൽ വരെ അവരോടൊപ്പം തട്ടിപ്പിൽ പങ്കെടുത്ത ആൾ ഇപ്പോൾ ജയിലിലാണ്. നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ തന്നെ പ്രൈവറ്റ് പേഴ്സണൽ സ്റ്റാഫുകൾ, ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു. ഒരിക്കലും കോൺഗ്രസ് പാർട്ടിക്ക് ഇതിനെ ന്യായീകരിച്ചു കൊണ്ട് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത കൂടി നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് ഒരുപക്ഷെ അഡ്വക്കേറ്റ് പത്മകുമാർ, BJP നേതാവ്, താങ്കൾക്ക് കൂടി ഒരു പ്രതികരണം നൽകാൻ സാധിക്കുമെന്ന് കരുതുന്നു. പ്രത്യേകിച്ചും സോളാർ കേസിൽ BJPയുടെ ഏറ്റവും വലിയ വാദം സോളാർ സമരം ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാം ഒരു ഒത്തുതീർപ്പ് സമരമായിരുന്നു, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരമായിരുന്നു എന്നൊക്കെ ഏറ്റവും അധികം വാദിക്കുന്ന ഒരു പാർട്ടിയാണ് താങ്കളുടെ പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ പറയുന്നത് അത് CPMൻ്റെ ഒരു നോമിനിയാണ് ഈ പോലീസുകാരനെന്ന്. ആ പോലീസുകാരനാണ് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും പുറത്തുവിട്ടതെന്ന്. ഒരിക്കലും നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണല്ലോ. ഒരു ഫോൺ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി ഒരു പോലീസുകാരൻ്റെ സഹായം ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും തമാശയായി തോന്നുന്നൊരു കാര്യം, ഒരു ഭർത്താവ് ഭാര്യയെ കിടപ്പ് മുറിയിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് ആ വീട്ടിൽ കൂടി വഴിയെ പോയ ഒരാൾ ഒളിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതിൻ്റെ പേരിൽ ആ ഭർത്താവ് ഭാര്യയെ കൊന്നതല്ല കുറ്റം, കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കിയതിനാണ് ശിക്ഷ നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ടെലിഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വളരെ കുറ്റകരമായ ഒരു കാര്യമാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രദീപിന് ഓർമ്മയുണ്ടാവും, മുമ്പ് അഭയ കേസ് വിചാരണ നടക്കുന്ന സമയത്ത് സ്റ്റെഫിയും അതുപോലെ ഫാദർ കോട്ടൂരിനൊക്കെ ജാമ്യം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് ജസ്റ്റിസ് ഹേമയോട് KT തോമസ് സംസാരിച്ചു എന്ന് അറിഞ്ഞോ അറിയാതെയോ CBIയുടെ ഒരു പത്ര ന്യൂസ് പുറത്തു വന്നു. എന്താണ് ആക്ഷൻ ഉണ്ടായത്? ഉടൻ തന്നെ CBI അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങളാരും ചോർത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ നിലവിലെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ഒരാളെ, ഒരു വ്യക്തിയുടെ ആയാലും ഉദ്യോഗസ്ഥൻ്റെ ആയാലും ഫോൺ ചോർത്തണമെങ്കിൽ അതിന് നിയമപരമായി നടപടികളുണ്ട്. ആ നടപടികളെ ഗവൺമെന്റിന് ലംഘിക്കാൻ പാടില്ല. അത് നിരവധി തവണ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരത്തിലൊരു വലിയ നിയമലംഘനമാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഫോൺ വിളിച്ചോന്നോ അല്ലെങ്കിൽ സരിതയുടെ ഫോൺ ഡീറ്റെയിൽസ് പുറത്തു വന്നാൽ വളരെ വിഷമമുണ്ടാക്കുന്നത് ആർക്കാണെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. നമുക്കറിയാം, അന്ന് കൈരളി ന്യൂസ് തന്നെയാണ് പുറത്തുവിട്ടതെന്ന് ഞാൻ ഓർക്കുന്നു. അന്ന് ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ഒരാൾ സ്വന്തം ഭാര്യയെ ഒരു മാസം വിളിച്ചിട്ടുള്ളത് 29 പ്രാവശ്യം, 30 പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ സരിതയെ വിളിച്ചിട്ടുള്ളത് 1140 1150 പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ അത് ആർക്കാണ് ദോഷമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ, അതിൽ മേലിൽ അത്തരത്തിലുള്ള അന്വേഷണം ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് എന്നുള്ളൊരു ഉദ്ദേശം കൂടി, ഒരു താക്കീത് കൂടിയാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ പേരിൽ എടുത്തിട്ടുള്ള നടപടി. തികച്ചും പൗരാവകാശ ലംഘനമാണ്, നിയമലംഘനമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
സരിത എസ് നായർ വീണ്ടും വാർത്തയിൽ വിവാദമാകുന്നു. ആ വിഷയം കൂടി നമ്മൾ ഇന്ന് ന്യൂസിൽ ചർച്ചയ്ക്കെടുത്തിരിക്കുകയാണ്. സരിതയുടെ ഫോൺ കോൾ ഇത്രമാത്രം പ്രധാനമാണെന്ന് വീണ്ടും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. പോലീസ് വകുപ്പിൽ നിന്ന് ഒരു പോലീസ് കോൺസ്റ്റബിൾ അല്ല, ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ നിജേഷ് എന്ന യുവാവിനെ ഇപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട വിഷമകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ പങ്കുവച്ചത്. ഒരുപക്ഷേ അഡ്വക്കേറ്റ് സൂര്യ, താങ്കൾക്ക് ഇതേക്കുറിച്ച് നിയമപരമായ ഒരു അഭിപ്രായം കൂടി കിട്ടിയാൽ കൊള്ളാമെന്നുള്ളതുകൊണ്ടാണ്. ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വാർത്ത ചോർത്തി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്ട് ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ തന്നെ കുറ്റകരമായ വളരെയധികം ശിക്ഷാർഹമായിട്ടുള്ള ഒരു കുറ്റം, അനാസ്ഥ, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമ്മളൊരു നീതിക്ക് വേണ്ടി ഒരു ജസ്റ്റിസ് ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുന്ന അത്തരം കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ പരിഗണനയിൽ വരില്ലേ? അല്ലെങ്കിൽ ഇത് കർശനമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ തന്നെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചു, ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ശ്രീ പി ജയരാജൻ ചൂണ്ടിക്കാണിച്ചു, ആയിരക്കണക്കിന് ഫോൺ കോളുകൾ എല്ലാ മാധ്യമ പ്രവർത്തകരും എല്ലാ പോലീസുകാരുമായി എപ്പോഴും ഫോൺ ബന്ധങ്ങളുള്ളതാണ്. ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു? എനിക്ക് വളരെ കൗതുകകരമായി തോന്നുന്നത് ഈ പറഞ്ഞ കോൺഗ്രസ് ഗവൺമെൻറ്റിനും പിന്നെ നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് പത്മകുമാർ പ്രതിനിധീകരിക്കുന്ന BJPക്കും വ്യക്തിയുടെ സ്വകാര്യതയെപ്പറ്റി ഇത്രയധികം ആകുലതയുണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷജനകമായ ഒരു വാർത്തയായിട്ട് തോന്നുന്നു. ശ്രീ നരേന്ദ്രമോദിയുടെ തന്നെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ടാപ്പിംഗ്, ഒരു ഫോളോയിങ് കേസ്, ഒരു ട്രേസിങ് കേസ് നമുക്കറിയാം. അപ്പോൾ ഇവരൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയെപ്പറ്റി ഇപ്പോൾ ഇത്രയധികം ബോധവാന്മാരാണെന്നുള്ളത് ഒരു നല്ല വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നു. അതിൻ്റെ നിയമവശത്തെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്കത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഫോൺ ചോർത്തിയതൊന്ന്, മാധ്യമങ്ങൾക്ക് അത് പകർത്തി കൊടുത്തത് മറ്റൊന്ന്. അപ്പോൾ ഈ ഫോൺ ചോർത്തുന്നത് നമുക്കിപ്പോഴും വളരെ കാലഹരണപ്പെട്ട നിയമങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ടിൽ മറ്റോ പ്രൊവിഷൻസോ മറ്റോ ആണ് ഇപ്പോഴും ഈ ടാപ്പിംഗ് ഓഥറൈസേഷൻ ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇല്ലാതെ പറയാൻ സാധിക്കുകയില്ല. എന്നിരുന്നാലും അങ്ങനെ ചോർത്തിയിട്ടുണ്ടെങ്കിൽ, അത് ഓഥറൈസേഷൻ ഇല്ലാതെയാണെങ്കിൽ അതൊരു കുറ്റകൃത്യം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞത് അത് മറ്റൊരാൾക്ക്, ഒരു ഔട്ട്സൈഡ് ഏജൻസിക്ക് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കുറ്റം തന്നെയാണ്. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം നിയമം മാത്രം വെച്ചല്ല ഇതിൻ്റെയൊക്കെ നീതി നമ്മൾ അളക്കേണ്ടത്. അത് നമ്മുടെ മൊറാലിറ്റി. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും ഈ രണ്ട് വിഷയങ്ങളിലും അവരവരുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമാക്കിയ അഡ്വക്കേറ്റ് സൂര്യ, അതോടൊപ്പം ശ്രീ ജോർജ് ജോസഫ്, ശ്രീ BRM ഷഫീർ, അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഒപ്പം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വളരെയധികം നന്ദി.